വാഹനാപകടത്തിൽ പരിക്കേറ്റ ആളുടെ പൊട്ടി തൂങ്ങിയ കാലിൽ ഉടുമുണ്ട ഊരി കെട്ടി നൽകി ആശുപത്രിയിൽ എത്തിച്ച ആംബുലൻസ് ഡ്രൈവർ. കണ്ണൂർ കാപ്പാട് സ്വദേശി സജീറാണ് പരിക്കിന്റെ ഗുരുതരാവസ്ഥ വർദ്ധിക്കാതിരിക്കാൻ ഉടുത്ത മുണ്ട് ഊരി പൊട്ടിയ കാലുകൾ കെട്ടി നൽകിയത്. കഴിഞ്ഞ ദിവസം രാത്രി കണ്ണൂർ സിറ്റിക്കടുത്ത് കാപ്പാടായിരുന്നു അപകടം നടന്നത്. രോഗിയുമായി അതിവേഗം ആശുപത്രിയിൽ എത്തിയ സജീറിന് ധരിക്കാൻ ആശുപത്രി ജീവനക്കാർ ബെഡ്ഷീറ്റ് നൽകുകയായിരുന്നു. സജീറിന്റെ പ്രവൃത്തിയെ അഭിനന്ദിച്ച് കാപ്പാട് ലൈവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആംബുലൻസാണ് സജീർ ഓടിച്ചിരുന്നത്. നമുക്ക് സജീറിന്റെ പ്രതികരണവും കാണാം. കുറച്ച് ക്രിട്ടിക്കലായിട്ട് ഒരു കുട്ടി പാലെല്ലാം പൊട്ടിയിട്ട് കിടക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പരിശീലനം ക്ലാസ് പ്രകാരം ഞാൻ എൻ്റെ ഉടുമുണ്ട് കഴിച്ച് കുട്ടിക്ക് വേണ്ടുന്ന പ്രാഥമിക ചികിത്സ കൊടുത്ത് എത്രയും പെട്ടെന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോൾ കുട്ടി ഇപ്പം ജീവിതം സേഫായി. അത് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയാലും എനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല, അണ്ടർവെയറിലുള്ള. അപ്പോൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കയറി എനിക്ക് ബെഡ്ഷീറ്റ് തന്നു. അങ്ങനെ കിടത്തിയിട്ടാണ് കുട്ടീനെ കേശവറ്റിലേക്ക് കയറ്റിയത്. രോഗിയുമായി സജീർ എത്തിയ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ നിധിൻ അക്കലിന് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കാം. ജൂൺ 30 രാത്രി 11:40 രാത്രി സമയത്ത് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയുണ്ടായി നമ്മളെ കാപ്പാട് ഭാഗത്ത്. അപ്പോൾ ആക്സിഡൻ്റ് ആയ വണ്ടിയിൽ നിന്ന് ഒരു യുവതിയെ ആംബുലൻസ് ഡ്രൈവർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് രോഗിയുടെ അവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നു. മുഖത്തൊക്കെ നല്ല രീതിയിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. തുടയെല്ലിന് പൊട്ടുണ്ടായിരുന്നു, കാലിലെല്ലിന് പൊട്ടുണ്ടായിരുന്നു, കാലിലെല്ല് പൊട്ടി തൂങ്ങി മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആംബുലൻസ് ഡ്രൈവർ ചെയ്തതിലുള്ള ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പരുടെ ഉടുമുണ്ട് തന്നെ ഊരി ഈ കാല് രണ്ടും ചേർത്ത് വെച്ച് കെട്ടുകയുണ്ടായി. ഇതിന് മെഡിക്കൽ ടേമിൽ സ്പ്ലിൻറ്റിംഗ് എന്നാണ് പറയുക. അപ്പം അത് ചെയ്തതുകൊണ്ട് തന്നെ കൂടുതൽ മാരകമായ ബുദ്ധിമുട്ടുകളിലേക്ക് അത് പോവാതിരിക്കാൻ സഹായിച്ചു എന്നുള്ളതാണ്. ഇതുപോലെയുള്ള ഫസ്റ്റ് എയ്ഡുകൾ പഠിച്ച ആൾക്കാർ വേണം പേഷ്യൻസിനെ ട്രാഫിക്, അതായത് ആക്സിഡൻറ്റ് സംഭവിച്ച സ്ഥലങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും വലിയ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ആ സഹോദരൻ. ഇന്നത്തെ ദിവസം സജീർ തൂക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ഒപ്പം ഫെലിക്സ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. സജീറിനെ പോലെ ഈ തരം കാര്യങ്ങളിൽ പരിശീലനം ആർജിച്ച ആൾക്കാർ വേണമെന്ന് പറയുമ്പോഴും പരിശീലനത്തിനപ്പുറം ഒരു മനസ്സുകൂടി ഉണ്ടാവണം എന്ന് തോന്നുന്നു, അല്ലേ ഫെലിക്സ്? ആംബുലൻസ് ഡ്രൈവർമാർ നമുക്കറിയാം, ഇത്തരം സന്ദർഭങ്ങളെയും ഒക്കെ നേരിട്ട നിരവധി അനുഭവങ്ങളുണ്ട്. ഇവിടെ സജീർ 2 വർഷം മാത്രമാണ് ഈ ആംബുലൻസ് ഡ്രൈവറായി ജോലി നോക്കിയുള്ള പരിചയം. അപ്പോൾ സജീറിൻ്റെ വീടിനോട് അടുത്ത് ആണ് ഈ സംഭവം നടന്നത്. അപ്പോൾ സജീർ ആംബുലൻസ് ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞ ഒരാൾ വിളിക്കുകയാണ്. അപ്പോൾ വലിയ ആക്സിഡൻ്റാണ് ഉണ്ടായത്. ഒരു കാറും ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപ്പോൾ കാറിലുള്ള കുട്ടിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അങ്ങനെ സജീറിനെ വീട്ടിലേക്ക് വിളിക്കുന്നു. സജീർ അപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഫോൺ എടുത്ത് അപ്പോൾ ഉള്ള ഡ്രസ്സ്, അപ്പോൾ ഒരു മുണ്ടാണ് ഉണ്ടായിരുന്നത്, ആ മുണ്ടെടുത്ത് ഉടുത്ത് അവിടെ നിന്ന് വേഗം ആംബുലൻസുമായിട്ട് വരികയാണ് ഉണ്ടായത്. അങ്ങനെ ആംബുലൻസുമായിട്ട് എത്തി ഈ സ്ഥലത്ത് നോക്കുമ്പോൾ ഈ കുട്ടിയുടെ കാലിന് ഫ്രാക്ചറുണ്ട്. അപ്പോൾ പൊട്ടലുള്ളത് കൊണ്ട് അത് കെട്ടാതെ അതേപടി വാഹനത്തിലേക്ക് ആംബുലൻസിലേക്ക് ഇരുത്താൻ കഴിയില്ല. അപ്പോൾ വളരെ വേഗം തന്നെ ഈ ഉടുമുണ്ട് അത് ഊരി ആ കാല് കെട്ടി അതേപോലെ അനക്കമൊന്നും തട്ടാതെ വേഗം ഈ ആംബുലൻസിനുള്ളിലേക്ക് കയറ്റുകയാണ് ചെയ്തത്. പിന്നെ അങ്ങനെ ആംബുലൻസിനുള്ളിലേക്ക് കയറ്റി നേരെ അപ്പം അടിവസ്ത്രം മാത്രമാണ് സജീറിന് ബാക്കിയായിട്ടുള്ളത്. നേരെ ആംബുലൻസ് എടുത്ത് കണ്ണൂരിലെ BMH ആശുപത്രിയിലേക്ക് എത്തി. അപ്പം ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം ഇന്നർ വെയർ മാത്രമാണുള്ളത്. ഉടനെ അവിടെ ഉള്ളവർ ഒരു വസ്ത്രം നൽകി, ഒരു തുണി നൽകി. ആ തുണി അതാണ് ഒരു ബെഡ്ഷീറ്റ് പോലൊരു തുണിയാണ്. ആ തുണി ധരിച്ചാണ് പിന്നീട് വളരെ വേഗം ആംബുലൻസിന് പുറത്തേക്ക് ഇറങ്ങി സ്ട്രക്ചറിൽ ഈ കുട്ടിയെ നേരെ ആശുപത്രിയുടെ ഉള്ളിലേക്ക് അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു മനസ്സാണ് ഇതൊക്കെ. അതായത് ഒരു അപകടം സംഭവിക്കുമ്പോൾ നോക്കി നിൽക്കുകയോ ഒന്നുമല്ല, എന്തിടപെടൽ നടത്തുകയാണെങ്കിൽ അത് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരാളുടെ അല്ലെങ്കിൽ സങ്കടം, വേദന ഇതൊക്കെ നമ്മുടേത് കൂടിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മനുഷ്യർ അവർ ചുറ്റുമുള്ളത് നമുക്ക് വലിയ ആശ്വാസമാണ്. സജീറിനെ പോലെയുള്ള മനുഷ്യരാണ് നമുക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും നൽകുന്നത്.